സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീക്കിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, ആ വീഡിയോ ആണ് ഇന്ന് ആസാദിയുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ശിവചരൺ രാംരത്ന ഗുപ്ത എന്ന് പറയുന്ന ഒരു പഴയ മുംബൈക്കാരൻ വസ്ത്രവ്യാപാരിയുടെ ശവദാഹം ഫ്യൂണറലാണ് ഇപ്പോൾ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതും. എന്താ ഈ ഫ്യൂണറലിൻ്റെ പ്രത്യേകത എന്നല്ലേ? ഈ വസ്ത്രവ്യാപാരി, ധനാഢ്യനാകുന്ന മനുഷ്യൻ ജീവിതാവസാനം ഒരു വൃദ്ധസദനത്തിലാണ് കഴിച്ചുകൂട്ടിയത്. 3 പെൺകുട്ടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശവദാഹത്തിന് വേണ്ടി ഈ വൃദ്ധസദനക്കാർ ഈ കുട്ടികളെയൊക്കെ, കുട്ടികളെന്ന് പറയുമ്പോൾ വിവാഹിതരൊക്കെയാണ് കേട്ടോ, ഈ പെൺമക്കളെയൊക്കെ അറിയിച്ചെങ്കിലും അവർക്കാർക്കും അപ്പൻ്റെ ശവദാഹത്തിന് കടന്നു വരുവാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഓൺലൈനിൽ വീഡിയോ കോളിൽ അപ്പൻ്റെ ശവദാഹം കണ്ടു. അതുകൊണ്ട് തീർന്നില്ല, വൈറലാകുവാൻ പ്രധാന കാരണമായി തീർന്നത്, അങ്ങനെ വീഡിയോ കോൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ 3 പെൺകുട്ടികളിൽ ഒരു മകൾ ചോദിക്കുകയാണ്, ഇതിനിയും എത്ര സമയം കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ പരിപാടി തീരുന്നില്ലേ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഒക്കെ പോകണം. ഇതങ്ങ് വൈറലായി. അപ്പൻ്റെ ശവമടയ്ക്ക് സമയമില്ലാത്ത മക്കൾ അവിടെ ചെന്നില്ലെന്ന് മാത്രമല്ല, വീഡിയോ കോളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പോലും അവർക്ക് പരാതിയുള്ളത്, ഇതൊത്തിരി അങ്ങ് നീണ്ടുപോകുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഒക്കെയുള്ളതാണ്. ആളുകളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചർച്ച ചെയ്യുകയാണ്. ആധുനിക യുഗത്തിൽ നാം ജീവിക്കുന്ന ഈ കാലത്ത് മാതാപിതാ മക്കൾ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായ വ്യത്യാസം, ഒന്നിനും ആർക്കും സമയമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം അച്ഛൻ്റെ ശവമടക്കിന് പോലും പങ്കെടുക്കാൻ സമയമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു മകനോ മകൾക്കോ പിതാവിൻ്റെ ശവസംസ്കാരത്തിന് ഓടിയെത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈവിലൂടെയൊക്കെയോ അത്തരം ശവമടക്കുകളിൽ അവർ ദുഃഖത്തോട് പങ്കെടുത്ത അനുഭവങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടാകാം. അത്തരത്തിലുള്ള ഒരു അനുഭവമല്ല ഇവിടെ നമ്മൾ കാണുന്നത്. അച്ഛൻ്റെ ശവമടക്കം നീണ്ടുപോകുന്നെന്നും ഞങ്ങൾക്ക് കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ വേണമെന്നും പരാതിപ്പെടുന്ന ഒരു മകൾ, അതും ഈ പറഞ്ഞതുപോലെ വിദേശത്തെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്നു കൊണ്ടല്ല കേട്ടോ. അച്ഛൻ്റെ ശവമടയ്ക്ക് വരാൻ വിസ ഇഷ്യൂ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് പുറത്തു വരുവാനുള്ള അനുവാദമില്ലാത്തത് കൊണ്ട്, അങ്ങനെ എന്തോ വീഡിയോ കോളിലൂടെ ശവമടക്ക കണ്ട മക്കളല്ല ഇത് കേട്ടോ. ഈ വൃദ്ധസദനത്തിലെ അധികൃതർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ശിവചരൺ ഈ വൃദ്ധസദനത്തിൽ വന്നു, മുംബൈക്കാരനാണ്, മുംബൈ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം രോഗിയായി തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്ന് ഈ വൃദ്ധസദനത്തിൽ അഭയം പ്രാപിക്കുകയാണ്. പെൺകുട്ടികളെ 3 പേരെ വിവാഹം കഴിപ്പിച്ചയച്ച സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്നു. അവർക്കാർക്കും ഇയാളെ ടേക്ക് കെയർ ചെയ്യാൻ സമയമില്ല. ഇയാളുടെ ജീവിതം മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടിയുള്ള അധ്വാനമായിരുന്നു. മക്കളെ പഠിപ്പിക്കണം, മക്കളെ നല്ല രീതിയിൽ കെട്ടിക്കണം, അതിനുവേണ്ടിയൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട്, നമ്മൾ ഇന്ത്യക്കാർ അങ്ങനെയല്ലേ, ഇന്ത്യക്കാരായ നമ്മൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ ശിവചരൺ ഗുപ്തയും അങ്ങനെ ഒരു അപ്പനായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിതാവസാനത്തിൽ ആരും നോക്കാനില്ലാതായപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഹരിയാനയിലുള്ള ഒരു വൃദ്ധസദനത്തിൽ അഭയം പ്രാപിക്കുന്നു. ഭാര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചു. ഇദ്ദേഹം ഈ വൃദ്ധസദനത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഒരു ഫോൺ കൊണ്ട് ഈ മക്കളോടൊക്കെ ഇടയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തീരെ രോഗിയായി തീർന്ന് സംസാരിക്കാനൊന്നും കഴിവില്ലാത്ത ഒരവസ്ഥയായപ്പോൾ മരണത്തിന് ഏതാണ്ട് 10-20 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വൃദ്ധസദന അധികൃതർ ഈ പെൺകുട്ടികൾ 3 പേരെയും അറിയിച്ചു, അപ്പൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, നിങ്ങൾക്ക് അപ്പനെ വന്നെന്ന് കാണാനുള്ള അവസരമുണ്ട്. പക്ഷേ രസകരമായ സംഗതി, അതിനു മുമ്പ് വല്ലപ്പോഴുമൊക്കെ വിളിക്കാറുണ്ടായിരുന്ന ഈ പെൺകുട്ടികൾ അതിനുശേഷം ആ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല, ഈ വൃദ്ധസദന അധികൃതരുമായിട്ട് കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. അങ്ങനെ അവസാനം 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരിക്കുകയാണ്. മരിച്ച ശേഷം അപ്പൻ മരിച്ചു,
നിങ്ങളെ ശവദാഹത്തിന് വേണ്ടി വരണം, ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ അധികൃതർ ഈ പെൺകുട്ടികളെ അറിയിച്ചു. അപ്പോൾ അവരുടെ മറുപടി ഞങ്ങൾക്ക് വരാനൊന്നും സമയമില്ലെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇതങ്ങ് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അകപ്പെട്ടു പോയ ഈ പറഞ്ഞ മക്കളൊന്നുമല്ല. മറിച്ച് ഇന്ത്യയിൽ തന്നെ ഒരു മോള് ബോംബെയിൽ, ഒരു മോള് ഉത്തർപ്രദേശിൽ, മൂന്നാമത്തവൾ പിന്നെ നേപ്പാളിലാണെന്ന് പറയാം. അങ്ങനെ 3 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വേണമെന്ന് വെച്ചാൽ ബോംബെയിൽ നിന്ന് ഹരിയാനയിലേക്ക് അല്ലെങ്കിൽ യു പിയിൽ നിന്ന് ഹരിയാനയിലേക്കൊക്കെ ഓടിയെത്തുവാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉള്ളൂ. പണത്തിനൊന്നും പ്രശ്നമുള്ള കുടുംബമല്ല കേട്ടോ, ഭയങ്കര ബിസിനസ് ഫാമിലിയാണ്. വേണമെന്ന് വെച്ചാൽ ഒന്ന് ഓടിയെത്തുവാൻ കഴിയുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് സമയമൊന്നുമില്ല കേട്ടോ, സമയം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്തു, ഒരു വീഡിയോ കോളിലൂടെ ഞങ്ങൾ ഈ ശവസംസ്കാരം കണ്ടുകൊള്ളാം. എന്താണെങ്കിലും ശവസംസ്കാരം ഇങ്ങനെ നീണ്ടുപോകുന്നു എന്ന് തോന്നിയപ്പോൾ ക്ഷമ നശിച്ച ഒരു മകളുടെ പരാതി, ഇതെപ്പം തീരും, ഞങ്ങൾക്ക് കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ വേണം, ഈ അപ്പൻ മരിച്ചു കിടക്കുമ്പോഴും അവർക്ക് ഭക്ഷണം ഇറങ്ങുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഈ 3 പെൺമക്കളിൽ ഒരാൾ ഈ വൃദ്ധസദനത്തിന് 5001 രൂപ സംഭാവന അയച്ചു കൊടുത്തു, അപ്പൻ്റെ ശവസംസ്കാരത്തിൻ്റെ ആ ചടങ്ങിൻ്റെ ചെലവിന് വേണ്ടി. വൃദ്ധസദനക്കാർ അല്പം കൂടെ മാന്യതയുള്ളവരായതുകൊണ്ട് അവരാ പണം ഈ പറഞ്ഞ പെൺകുട്ടിക്ക് തന്നെ തിരിച്ച് മടക്കി അയച്ചു കൊടുത്തു. കാരണം അവർക്ക് തോന്നി ഇങ്ങനെയുള്ള പെൺമക്കളിൽ നിന്ന് അങ്ങനെ ഒരു തുക അക്സെപ്റ്റ് ചെയ്യണ്ട എന്ന് അവർക്ക് തോന്നി. എന്തിനാണ് ഈ ഒരു വാർത്ത ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതെന്നറിയാമോ? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ് ഈ മക്കളൊക്കെ ഒരു നിലയിലായി കഴിഞ്ഞാൽ അപ്പനെയും അമ്മയൊക്കെ മറന്നു പോകുന്ന വളരെ സങ്കടകരമാകുന്നൊരു കാഴ്ചയാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണാറുള്ളത്. അപ്പോൾ മറുചോദ്യം ഉണ്ടാകും, മക്കൾക്കൊക്കെ ഒരു നിലയിലെത്തണ്ടേ? എത്ര വലിയ നിലയിൽ എത്തിയാലും അപ്പനെയും അമ്മയൊക്കെ മറന്ന് അവരെ അല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അവരെ ഒരു നിലയിലെത്തിച്ച അപ്പനെയും അമ്മയും ഒക്കെ മറന്ന് അങ്ങനെ തിരക്കുള്ള ഒരു ജീവിതം നയിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് എന്താണ് ഇവർ തിരിച്ചറിയാത്തത്? നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഭാവിയിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോ പറഞ്ഞു കേരളത്തിൽ ഇനി ഏറ്റവും വലിയ ബിസിനസ് വൃദ്ധസദനങ്ങളായിരിക്കുമെന്ന് പറഞ്ഞു. അത് നമുക്ക് ചുറ്റും കാണുകയാണ്. സങ്കടകരമാകുന്ന കാഴ്ചയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ തോന്നിപ്പോകുന്നു, വാർദ്ധക്യം ഒരു അനുഗ്രഹമാണോ അതോ അതൊരു ശാപമാണോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കത്തക്കവണ്ണം ദുഃഖകരമാകുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ജീവിത മൂല്യങ്ങൾ നമ്മുടെ കുട്ടികളെ നാം പഠിപ്പിച്ച് വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ നാളെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ നിന്നും കേൾക്കുവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഒരു മകൻ ഇന്ന സ്ഥലത്താണ്, മറ്റൊരു മകൾ ഇന്നടത്താണ് എന്നൊക്കെ അഭിമാനത്തോടുകൂടെ അപ്പനും അമ്മയും പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കൂടെ അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകല്ലേ. പഴയ ഒരു കുടുംബം, 7 8 മക്കളുള്ള ഒരു കുടുംബം, അതിലെ ഒരു മകൻ എന്നോട് പറഞ്ഞ രസകരമായ ഒരു വാചകമുണ്ട് കേട്ടോ. ആ മകൻ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞത്. 8 മക്കളുണ്ട് എൻ്റെ അമ്മയ്ക്ക്. ഈ മക്കളെയൊക്കെ അമ്മ പഠിപ്പിച്ച് നല്ല മിടുക്കന്മാരാക്കി. നല്ല മിടുക്കരായതുകൊണ്ട് മക്കളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നല്ല ഉന്നത നിലയിലെത്തി. പക്ഷേ അതിനകത്ത് ഒരുത്തൻ, ഏറ്റവും ഇളയവൻ, അവനൊരു പൊട്ടനായിരുന്നു. അതുകൊണ്ട് വലിയ പഠിപ്പൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ മോൻ എന്നോട് പറഞ്ഞ ലാസ്റ്റ് സെൻറ്റൻസ് അതെന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുകയാണ്, 8ാമൻ പൊട്ടനായതുകൊണ്ട് അമ്മ വെള്ളമിറങ്ങി ചത്തു. ഈ 8 കൂട്ടത്തിൽ ഒന്നെങ്കിലും ഒരു പൊട്ടൻ ഉണ്ടാകുന്നത് അനുഗ്രഹമാണെന്നാണ് ആ ഒരു മകൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ളതെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ നോക്കാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു പക്ഷേ ഭാവിയിൽ ആശിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളാരും പോകാതിരിക്കട്ടെ. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഇപ്പോഴേ നല്ല മൂല്യങ്ങളും നല്ല ആശയങ്ങളും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യമാക്കി ഒക്കെ അവരെ വളർത്തുന്നത് നല്ലതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദത്തിന് വിരാമം കുറിക്കുകയാണ്. സങ്കടത്തോടു കൂടിയാണ് ഇത്തരം ഒരു പാഠഭേദം ചെയ്യുന്നത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ
വണ്ടർഫുൾ ടൈം.